ഈ ഞങ്ങൾ തൃശ്ശൂരുകാർക്ക് ഈ പെരുന്നാളെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഹരമാണ്. ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് പള്ളിയിലും അതുപോലെ വഴിയോരം വഴി നിറയെ അതായത് നമ്മുടെ പള്ളിയിലേക്കുള്ള വഴികൾ, അതുപോലെ വീടുകളിലൊക്കെ മാല ലൈറ്റ് ഇടും. പിന്നെ പടക്കം പൊട്ടിക്കുക, അതില്ലാത്തൊരു പെരുന്നാളില്ല. അതുപോലെ തന്നെ അമ്പിൻ്റെ കൂടെ വരുന്ന ബാൻഡ് സെറ്റ്, അതൊക്കെ ഒരു ഹരം തന്നെയാണ് ഈ തൃശ്ശൂരുകാർക്ക്. പിന്നെ നമുക്ക് പെരുന്നാളിൻ്റെ പലഹാരങ്ങളുണ്ടാവും. അതൊക്കെ പണ്ടൊക്കെ നമ്മുടെ അച്ചപ്പം, കൊഴലപ്പം, പിന്നെ വട്ടയപ്പം, പിന്നെ കുഴിയപ്പം അതായത് ഉണ്ണിയപ്പം, അതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഒക്കെ റെഡിമെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഒക്കെ വാങ്ങുകയാണ് ചെയ്യുക. പക്ഷേ കുഴിയപ്പം മാത്രം ഞങ്ങൾ വീട്ടിലുണ്ടാക്കും. അങ്ങനെ ബന്ധുക്കളെല്ലാവരും വിളിച്ച് സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടാവും. എല്ലാവരും കൂടി ആ ബാൻഡ് സെറ്റൊക്കെ ആഘോഷിച്ച് അല്ലെങ്കിൽ ആസ്വദിച്ച് അതൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പിന്നെ പള്ളിയിലേക്കൊക്കെ പോവുക. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റും പിന്നെ വെടിക്കെട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറച്ച് നിരോധിച്ചിരിക്കുകയാണ്. എന്നാലൊരു ചെറുതായിട്ടുള്ളൊരു കരിമരുന്ന് പ്രയോഗം എന്നൊക്കെ പറഞ്ഞുണ്ടാവും. അപ്പോൾ അതൊക്കെ കാണാനും പിന്നെ എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണ്, ഒരു സന്തോഷമാണ്, ഒരു വൈബ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു കുഞ്ഞ് പെരുന്നാൾ വിശേഷമാണ് ഞാൻ പങ്കുവച്ചത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഇനിയും കൂടുതൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ.